ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മലയാളികളെല്ലാം ഇവിടെ 1 വർഷമോ 2 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ പോണത്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒരു 2-3 മാസത്തേക്ക് പോണവരുണ്ട് ഇവിടെ. അപ്പം ഇപ്പൊ ഈ ഇൻഷുറൻസ് അന്നേരം ഞാൻ നിർത്തിവെച്ചു. നമുക്ക് എപ്പോ ആണെങ്കിലും ഇവിടെ ഇൻഷുറൻസ് നമുക്ക് നിർത്തിവെക്കാമല്ലോ. ഈ നിർത്തിവെക്കണ സമയത്ത് നമ്മളൊരു പാർക്കിങ്ങിൽ ഇട്ടിട്ടായിരിക്കും പോകണം. അന്നേരം ഈ ഒരു ക്രൈം അല്ലെങ്കിൽ നമ്മുടെ ചില്ല് തല്ലി പൊട്ടിക്കല് അങ്ങനെയൊക്കെ നടന്നുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും? അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം നമുക്ക് അറിയാലോ, ഇവിടെ ഇൻഷുറൻസ് നമ്മൾ മന്ത്ലി 50 പൗണ്ട് മുതൽ 220 പൗണ്ട് വരെ മന്ത്ലി അടയ്ക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എമർജൻസി വരുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മന്ത്ലി ഒരു 220 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 25,000 രൂപയ്ക്ക് അടുപ്പിച്ചായി. അപ്പം നമ്മളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കത് ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിച്ച് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് വണ്ടി സോൺ ചെയ്തിടണം. പോസ്റ്റ് ഓഫീസിൽ പോയോ അല്ലെങ്കിൽ മെയിൽ DVLA സൈറ്റിൽ കയറിയോ വണ്ടി സോൺ ചെയ്തിടണം. സോൺ ചെയ്യുമ്പോൾ വണ്ടിയുടെ ടാക്സും ക്യാൻസലാവും, ടാക്സ് അടക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, വണ്ടി പബ്ലിക് ഏരിയയിൽ ഇടാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് വണ്ടിക്ക് ടാക്സും ഇല്ല, ഇൻഷുറൻസും ഇല്ല. അപ്പോൾ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പം പുറത്ത് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അവർ കൗൺസിലുകാർ വന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്തിട്ട് പോകും. ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 100-150 പൗണ്ടോളം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇൻ കേസ് വണ്ടി അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-500 പൗണ്ടോളം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ, നിങ്ങളെ റെസിഡൻഷ്യൽ കാർ പാർക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങളെ വീട്ടിന് മുന്നിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഫുട്പാത്ത് അല്ല, റോഡ് സൈഡിലല്ല, നിങ്ങൾ വീട്ടിൻ്റെ അകത്തെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൺ ചെയ്തിടാം. അപ്പം അതൊരു കാര്യം. ഇവിടെ നമുക്ക് വണ്ടി ഇപ്പം കമ്പനി പേർക്കാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിലും പേടിക്കേണ്ട. വണ്ടി ഒരു പ്രൈവറ്റ് ഒരു പേഴ്സൻ്റെ കയ്യിലാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം 2 കാര്യങ്ങളുണ്ട് അതിൽ. അഭി ചോദിച്ച ആ ഒരു ചോദ്യത്തിന് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ ഒരു വണ്ടി എടുത്തു, ഒരു 3 മാസമായപ്പോൾ ആ വണ്ടി കംപ്ലൈൻ്റ് ആയി, റെഡിയാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ സൈഡിൽ അവിടെ കിടക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി എടുക്കും. അപ്പം പൊതുവെ ആ വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കത്തില്ല, ക്യാൻസൽ ചെയ്തിട്ടേക്കും. അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളെ മോട്ടോർ ബേസ്ഡ് ഇൻഷുറൻസിൻ്റെ അകത്ത് അത് കാണിക്കത്തില്ല, ആ ഒരു ട്രേഡിൽ കാണിക്കത്തില്ല. നിങ്ങളെ ഇൻഷുറൻസ് അപ്ഡേറ്റ് അല്ല എന്ന് കാണിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. DVLAന്ന് നമുക്ക് 100 പൗണ്ടോളം പെനാൽറ്റി മന്ത്ലി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതാണ് ഇവിടെ ബ്രേക്കിങ്ങിന് ആൾക്കാർ വണ്ടി കൊടുക്കുന്നത്. നമുക്കിപ്പം എക്സ്ട്രാ ഉപയോഗിക്കാതെ നടക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനി പേർക്കാക്കി ഇടുക. അത് പ്രൈവറ്റ് സെല്ലറിൻ്റെ കയ്യിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളെ കയ്യിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെനാൽറ്റി വരും. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക. ഒന്നെങ്കിൽ വണ്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ കീപ്പർ മാറി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിന് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമ്മളിപ്പം 2-3 മാസം പാർക്ക് ചെയ്തിട്ട് പോകുന്ന വണ്ടിയാണ്. ഇവിടെ അറിയാമല്ലോ, ഇവിടെ UK സംബന്ധിച്ച് എപ്പോഴും മഴയാണ്, വെയിലാണ്. അപ്പോൾ നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും വണ്ടിയുടെ ബാറ്ററി ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്കുകൾ ബാധിക്കാറുണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ 1 മാസത്തിൽ കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം. ഇവിടെ ഇപ്പം ഒരാഴ്ച നിങ്ങൾ വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഇട്ട് തന്നെ വണ്ടി നിർത്തുക. കാരണം ഹാൻഡ് ബ്രേക്ക് ജാമാവാറുണ്ട് മിക്ക വണ്ടികളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് നല്ലൊരു എമൗണ്ട് ആകും. കാരണം റിക്കവറി വിളിച്ചാൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഗ്യാരേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആകും. സോ ഹാൻഡ് ബ്രേക്ക് മാക്സിമം ഒഴിവാക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും ഉപയോഗിക്കുന്ന അടുത്തല്ല, ഒരു 1 വീക്കിന് മുകളിൽ ഞാൻ പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ട, അങ്ങനെ പറ്റരുത്. ഒരു 1 വീക്കിന് മുകളിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ ഫസ്റ്റ് ഗിയറിലും കൂടി ആയിരിക്കണം. അത് നിങ്ങൾ ഓർക്കുക. അപ്പം ഹാൻഡ് ബ്രേക്ക് നമ്മളിപ്പം 1 വീക്കിന് മേളിൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ ടയേഴ്സ് അറിയാലോ, ഇവിടെ ഈ വെയിലും മഴയും മാറി വരുന്ന സമയമാണ്. കോമൺ ആയിട്ട് ബാധിക്കുന്നത് വണ്ടിയുടെ ബാറ്ററിയെയും വണ്ടിയുടെ ടയേഴ്സിനെയാണ്. അപ്പോൾ ടയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ടയർ ചിലപ്പോൾ വെടിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, റബ്ബർ ആകുമ്പോൾ വെയിലും മഴയും മാറി വരുമ്പോൾ ചൂടും തണുപ്പും മാറി അടിക്കുമ്പോൾ ഒന്നെങ്കിൽ റബ്ബർ കൊണ്ട് ചുരുങ്ങും, അല്ലെങ്കിൽ വലിയും, അല്ലെങ്കിൽ വെടിക്കും. അപ്പോൾ ടയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. നിർത്തിയിട്ട് 1 മാസത്തിന് മുകളിൽ നിർത്തിയിട്ട് മതിയാണ്. എന്ത് ബെറ്റർ എന്ന് പറയുന്നത്, ഇപ്പം ഒരു വണ്ടി നിർത്തിയിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി എടുക്കുവാണെങ്കിൽ 1 മാസത്തിന് ശേഷം വണ്ടി എടുക്കുവാണെങ്കിൽ വേറെ എവിടെയും പോകുന്നതിന് മുമ്പ് നിയറസ്റ്റ് ആയിട്ട് ഒരു ഗ്യാരേജിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് ഇറക്കുക. അപ്പോൾ വണ്ടിയുടെ ഒരു ആയുസും കൂടി കൂട്ടിക്കിട്ടും. മനസ്സിലായല്ലേ?